ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു മാർവാസിൻ്റെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഇപ്പോൾ നമ്മൾ ഒരു 1 മന്ത് അടുത്തായി നമ്മൾ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ആയാലും വേറെയുള്ളതായാലും നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ എല്ലാ പ്രോഡക്റ്റും നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. അപ്പോൾ ഇന്ന് ഞാൻ മാർവാസിൻ്റെ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചുള്ള വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ മാർവാസിൻ്റെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആൻഡ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പം നമ്മൾ ഈ വെള്ളക്കൂവ, മഞ്ഞക്കൂവ ഇതൊക്കെയാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന അങ്ങാടിയിൽ അധികമായിട്ടും നമുക്ക് കിട്ടുന്ന കസ്തൂരി മഞ്ഞളുകൾ. പക്ഷേ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിന് എക്സാക്ട് മഞ്ഞ കളറായിരിക്കില്ല ഉണ്ടാവുക. ഒന്നെങ്കിൽ ഒരു തവിട്ട് നിറം അല്ലെങ്കിൽ ഒരു തരം മല്ലിപ്പൊടിയുടെ ഒരു ലൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്ന കളറായിരിക്കും നമുക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൽ ഉണ്ടാവുക. ഇപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ എന്തിനൊക്കെ ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റിബോഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു പുറത്തുനിന്ന് ചിലർക്ക് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റോ ഒന്നും തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ഒരു താല്പര്യവും കാണില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളുടെ മാർവാസിൻ്റെ കശ്മീരി കുങ്കുമമായാലും ഈ കസ്തൂരി പൗഡർ ആയാലും നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുങ്കുമത്തിൻ്റെ ഒരു സ്ട്രിപ്പ് എടുക്കുക. കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ ഒരു മിനിറ്റ് വെച്ചിട്ട് നല്ല പോലെ അത് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കടലപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തുകൾ, അതുപോലെ സ്കാർസ്, അതുപോലെ തന്നെ റിങ്കിൾസ്, കളർ വെക്കാനും ടാൻ പോകാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഈ കസ്തൂരി മഞ്ഞളായാലും കുങ്കുമായാലും. നിങ്ങൾ ഔട്ട്സൈഡ് അപ്ലിക്കേഷൻ നിങ്ങൾ ഈ കുങ്കുമത്തിനും കസ്തൂരി മഞ്ഞളിനും വരുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ടാൻ പോകാനും റിങ്കിൾസ് പോകാനും. പിന്നെ ഏറ്റവും കൂടുതൽ കസ്തൂരി മഞ്ഞൾ ആളുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ഹെയർ ഗ്രോത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സസ് ഹെയർ ഗ്രോത്ത് വരുന്നതിൻ്റെ മെയിൻ റീസൺ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതൊരു ഡിസീസ് അല്ല, അതൊരു അവസ്ഥ, ഒരു സിറ്റുവേഷനാണ്. PCOD ഉള്ളവർക്ക് അങ്ങനെ വരാം, തൈറോയ്ഡ് ഉള്ളവർക്ക് ഉണ്ടാവും. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്കും ഇതുപോലെ എക്സസ് ഹെയർ ഗ്രോത്ത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നവരും ഉണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചിലർ റേസറായിട്ട് ചെയ്യുന്നവർ, ചിലർ റേസർ ഉപയോഗിക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഇതുപോലെ മഞ്ഞൾ അടങ്ങുന്ന ഓയില് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാർവാസിൻ്റെ തന്നെ കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കാം. നിങ്ങൾ വെറും വെള്ളത്തിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഈ ഹെയർ ഉള്ള ഭാഗങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടിന്യൂസ് യൂസേജിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാനും ഉള്ള ഹെയറുകൾ നിങ്ങൾക്ക് കൊഴിഞ്ഞു പോകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾ വേറൊരു കാര്യം കൂടെ, ഈ എക്സസ് ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ബയോട്ടിൻ പൗഡർ നിങ്ങൾ ഇൻടേക്ക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ PCOD ഉള്ളവരാണെന്നുണ്ടെങ്കിലും അല്ല തൈറോയിഡ്, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരുന്ന ഹെയർ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോയി കിട്ടും. അപ്പം അതും കൂടെ ഇൻടേക്ക് എടുത്തിട്ട് ഈ മഞ്ഞളും കൂടെ നിങ്ങൾ അതായത് ഔട്ട്സൈഡ് അപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് അമേസിങ് റിസൾട്ട്. ആൻഡ് അതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് ഈ ഹെയർ ഈ എക്സസ് ആയിട്ടുള്ള ഫേഷ്യൽ ഹെയർ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും, അതേപോലെ തന്നെ ഇവിടെ ഹെയർ കാണുന്നവരുണ്ടാവും, അത് റിമൂവ് ചെയ്യാനും, ഹെയർ ഫോൾ ഉള്ളവർക്ക് അത് റെഡി ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഞാൻ സൈഡിൽ കാണിക്കുന്നതാണ് നമ്മളുടെ കസ്തൂരി മഞ്ഞളുടെ ഇത് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ബോട്ടിൽ നിങ്ങൾക്ക് 360 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ കുപ്പിയാണോ ഇതെന്ന് ചോദിക്കും. ഇത് നിങ്ങൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. ഒരു പിഞ്ച് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഒരു ബോട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ 1.5 മന്ത് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ കടലപ്പൊടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കുങ്കുമോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോംബോ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് എക്സസ് ഹെയർ ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ, PCOD ഉള്ളവരാണ്, തൈറോയ്ഡ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബയോട്ടിൻ പൗഡറും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബയോട്ടിൻ പൗഡർ വാങ്ങിച്ചവരായാലും ഈ കുങ്കുമം വാങ്ങിച്ചവരായാലും ഏത് പ്രോഡക്റ്റ് ഞാൻ ഏത് ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ ഇടുക ദയവ് ചെയ്തിട്ട്. അപ്പോഴാണ് പുതിയ കസ്റ്റമേഴ്സിന് അത് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ള
എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെയാണ് വരുന്നത്. അതും നമുക്ക് മാർക്കറ്റ് അനുസരിച്ചാണ്. നമ്മൾ ചില സമയത്ത് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്കാർസിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ വില കൂടുന്നത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു വിലയാണ് നമ്മൾ പറയുന്നത് 360 രൂപ. ഓക്കെ, കൊറിയർ ചാർജ് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഒറ്റയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 20 റുപ്പീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നുമില്ല. ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ ബെനിഫിറ്റ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വേറെയുള്ള പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു 1 മന്തായിട്ട് അല്ലെങ്കിൽ 1.5 മന്തായിട്ട് ഒരുപാട് പേർക്ക് ഡിലേ ഉണ്ടായിരുന്നു പ്രോഡക്റ്റ് എത്തുന്നതിന്. സോ റിയലി സോറി ഫോർ ദാറ്റ്. ഇനി അങ്ങോട്ട് അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കാം. സോ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.